പ്രഭാതഭേരി. തലമുറകളായി പേപ്പാറയിലെ വനങ്ങൾ വന്യജീവികൾക്കും അടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങൾക്കുമിടയിൽ ഒരു സ്വാഭാവിക അതിർത്തി അടയാളപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ആ അദൃശ്യരേഖ കൂടുതൽ നേർത്തതാവുകയാണ്. ആനകളും കാട്ടുപോത്തുകളും പുലികളും വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ഇറങ്ങുന്നത് വനാതിർത്തിയിൽ താമസിക്കുന്നവരുടെ നിത്യജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു. വിതുര, ബോണക്കാട്, കോട്ടൂർ, ചെറ്റച്ചൽ, പെരിങ്ങമല തുടങ്ങിയ പ്രദേശങ്ങളിലെ താമസക്കാർ ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ വരുന്നതും കാട്ടുപന്നികൾ രാത്രിയിൽ വിളകൾ നശിപ്പിക്കുന്നതും വീടുകൾക്കും റോഡുകൾക്കും സമീപം പുലിയെ കാണുന്നതും പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൃഷിയും കാര്യങ്ങളുമാണ് ഞങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് ഞങ്ങൾ കാണുന്നത്. വൈലിപ്പുലി സെറ്റിൽമെന്റിൽ താമസിക്കുന്ന അനീഷ് കഴിഞ്ഞ ദിവസം വരെ ആന വന്നിട്ട് വിളയിലിറങ്ങിയിട്ട് മരിച്ചിനി, വാഴ, കമുക് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആനയെ സംബന്ധിച്ച് അടുത്ത് നിൽക്കുന്ന മരങ്ങൾ ഈ ഫെൻസിങ് വേലിയിലേക്ക് തള്ളിയിട്ടിട്ട് എർത്തിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ട് അതിനകത്ത് കയറി അത് കഴിക്കുന്നതുണ്ട്, അതിനെ വലിച്ച് പുഴുതെറിയുന്നതുണ്ട്. രാത്രി എന്നില്ല പകലെന്നില്ല എല്ലാ സമയത്തും വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന സമയങ്ങളിലെല്ലാം വഴികളിൽ തടസ്സമായിട്ട് ആന, കാട്ടുപോത്ത്, ബ്ലാവ്, പന്നി ഒരുപാട് തെങ്ങുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങളെല്ലാം പുറത്തുനിന്ന് കടകളിൽ പോയി തേങ്ങ വിലയ്ക്ക് വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവന്ന് നമുക്ക് നിത്യ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൊമ്പുള്ള ആനകളുണ്ട്. കുഞ്ഞുങ്ങളുള്ള സമയത്ത് ഇത് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിത് ഓട്ടിച്ചു കഴിഞ്ഞാലും കുറെ ഫ്രണ്ടിലോട്ട് പോയിട്ട് വീണ്ടും ഞങ്ങളൊന്ന് ഉറങ്ങണ സമയത്ത് വീണ്ടും ഇത് വരുന്നത്. കാരണം ഉറക്കമില്ല ഞങ്ങൾക്ക്. ഇതിന്റെ പുറകിലാണ് കാട്ടുപോത്ത് വരുന്നത്. പട്ടംകുളിച്ചപ്പാറ നിവാസി രഘു ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. ഒരു ആന നാട്ടിൻപുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു പയ്യനെ ആന ഓട്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ പയ്യൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. റബ്ബറും തെങ്ങും ആണ് ഇപ്പൊ കൂടുതൽ നശിപ്പിക്കുന്നത്. അതിപ്പോ ലക്ഷങ്ങളെ നഷ്ടം തന്നെ എന്ന് പറയാം. മരിച്ചിനി മറ്റു സാധനങ്ങളൊക്കെ നട്ട് തിന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫോറസ്റ്റ് വാച്ചറും കർഷകനുമായ മോഹനൻ ഒരുപാട് തവണ ആന കണ്ടി കയറിയിട്ടുണ്ട്. ഡ്യൂട്ടി പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും 260 വച്ചാല് ഒരു 5-6 റബ്ബർ ബാക്കിയില്ല ഓടിച്ചു കളഞ്ഞു. ഒരു 4 ലക്ഷത്തിൻ്റെ ഉണ്ട്. പിന്നെ മരച്ചിനിയും വാഴ, തെങ്ങ്, കമുക്, റബ്ബർ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് മാസങ്ങളുടെ അധ്വാനമാണ് ആന നശിപ്പിക്കുന്നത്. കാട്ടുപന്നികൾ പലപ്പോഴും വിളവെടുപ്പിന് തൊട്ടുമുൻപ് മുഴുവൻ പച്ചക്കറി കൃഷിയും നശിപ്പിക്കും. നാട്ടിലെ കർഷകരിൽ നിന്ന് വ്യത്യസ്തമായി മിക്ക വീടുകൾക്കും ആവർത്തിച്ചുള്ള ഈ കൃഷിനാശങ്ങൾ ഉൾക്കൊള്ളാൻ സാമ്പത്തിക ശേഷി കുറവാണ്. വാഴ കംപ്ലീറ്റ് നശിപ്പിച്ചു. മിനിങ്ങാന്ന് രാത്രി ഒറ്റ. കർഷക സരള: ഞങ്ങൾക്ക് വീട്ടിലും ശല്യമാണ്, ഞങ്ങൾ പോണ വഴിക്ക് ശല്യമാണ്, കരടി ശല്യമുണ്ട്. സ്കൂളിലെ കുട്ടികളെ എല്ലാരും ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസം മാറി പോണതാ. വൈലിപ്പുലി സെറ്റിൽമെന്റിലെ ഊരുമൂപ്പൻ രാജൻ: മിനിങ്ങാന്ന് 5 ആനകൾ വന്ന് ഒരു ആന തിരിച്ചു ഒരു പയ്യനെ ഓട്ടി ആ പയ്യൻ വീണ് ആ എറുത്തിന്റെ അകത്തായോണ്ട് പയ്യൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ പയ്യനെ അപ്പഴി തന്നെ ആന പഴിച്ചവിട്ടു. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഫോറസ്റ്റിന്റെ ഭാഗത്ത് നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ആന ഇങ്ങകത്ത് കയറാതിരിക്കാനുള്ള കുഴികളെടുത്ത് അതിനെ പരിപാലിച്ച് വർഷം തോറും മെയിൻ്റനൻസും ചെയ്തു വന്ന വലിയ ശല്യം ഉണ്ടാവില്ല. വിളകളുടെ നഷ്ടം മാത്രമല്ല, സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയുമോ, കുട്ടികളെ ഉത്കണ്ഠയില്ലാതെ സ്കൂളിലേക്ക് അയക്കാൻ കഴിയുമോ എന്നെല്ലാമുള്ള അനിശ്ചിതത്വത്തിലാണ് പ്രദേശവാസികൾ. എന്റെ അംഗൻവാടി വന്ന പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് അംഗൻവാടിയിൽ വരാനും. കല്ലൂപ്പാറ അംഗനവാടി അധ്യാപിക ലളിത: കാരണം മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഒരു 3 മണിക്ക് മുന്നേ കുട്ടികളെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ആന വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ആന പകലും ഒക്കെ വീട്ടിൽ കുറച്ച് മുകളിൽ നിൽക്കണം എന്നൊക്കെയാണ്. ഇത്തിരി മഴയും ഉണ്ടായിരുന്നു. അതിന്റെ പട്ടി കുരച്ചതായിട്ട് നോക്കിയപ്പോൾ ആന വന്ന് മുറ്റത്ത്, അതായത് നമ്മൾ അടുത്തായിട്ട് വന്ന ആന നിൽപ്പുണ്ട്. ഒരു ഒറ്റേനാണ്. നമ്മൾ നേരെ ചീറിക്കൊണ്ടുവന്നു. 100-500 റബ്ബറിലും കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 100-110 ഉള്ളൂ. ബാക്കി ഫുള്ള് ആന തള്ളിയാണ്. അതുപോലെ ഓരോരോ വീടുകളും. അല്ലാതെ നമുക്ക് അതിന് ഒരു നഷ്ടപരിഹാരമോ അതിനുള്ള വേറെ പരിഹാര മാർഗങ്ങളോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല, നമുക്കത് കിട്ടിയിട്ടുമില്ല. വിദ്യാർത്ഥിനി സേതുലക്ഷ്മി: 1ാം ക്ലാസ് മുതൽ ഇവിടെ നിന്നാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇവിടുന്ന് മാറേണ്ടി വന്നു. പ്രശ്നം എന്ന് വെച്ചാൽ പോകുന്ന വഴിയിൽ കാട്ടാന ശല്യവും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാത്രി സമയത്തൊക്കെ പേടിച്ച് കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. വീടിന്റെ മുമ്പിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അധികൃതരുടെ സംരംഭങ്ങൾ ഫലം കണ്ടിട്ടുണ്ടെങ്കിലും കേടുപാടുകൾ സംഭവിച്ച വേലികൾ ദീർഘകാലത്തേക്ക് നന്നാക്കാതെ കിടക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. രാത്രികാലങ്ങളിൽ പേപ്പാറ പോലുള്ള മുൾവനങ്ങളിലുള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക് നെടുമങ്ങാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നിസ ബീഗം: വന്യമൃഗശല്യം നന്നായിട്ടുണ്ട്. അവിടെയുള്ള കായ്കനികളും എല്ലാം ചക്കയും മറ്റുമൊക്കെ കൃഷി ഒരുപാട് നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ പരാതി കിട്ടാറുണ്ട്.
കിട്ടാറുണ്ട്. അത് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് പരാതികൾ കൈമാറുന്നുണ്ട്. പരാതി ഇതുവരെ ഒരു നടപടിയും കിട്ടിയില്ല എന്ന് പരാതിപ്പെട്ടവർ പറയുമ്പോൾ നമ്മൾ അവരെ വിളിച്ച് എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് നമ്മൾ കത്ത് കൊടുക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്. വിതുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു. വിതുര ഗ്രാമപഞ്ചായത്ത് പേപ്പാറ വന്യജീവി സംരക്ഷണ കേന്ദ്രവുമായി അടുത്ത് ഉള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. വന്യമൃഗങ്ങൾ ഇപ്പൊ കാട്ടിൽ നിൽക്കാതെ എല്ലാം ഇപ്പം നമ്മുടെ നാട്ടിലിറങ്ങി ആളുകളുടെ കൃഷികളെല്ലാം നശിപ്പിക്കുകയും അവർക്ക് സ്വൈര ജീവിതം കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോ കമ്മിറ്റികൾ രൂപീകരിച്ച് ചില സ്ഥലങ്ങളിൽ നമ്മൾ ആനക്കിടങ്ങുകൾ എടുക്കുന്നതിനും നമ്മുടെ സ്കൂളുകളുടെ ചുറ്റുവട്ടത്ത് ആനക്കിടങ്ങ് നിർമ്മിച്ച് കൊണ്ട് അവിടെ മതിലുകൾ കെട്ടി സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ വർഷം മതിൽ ഇവിടെ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് കെട്ടും തോറും അത് ആനകൾ വന്ന് നശിപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പല ഉന്നതികളിലും ഇത്തരത്തിലുള്ള നമ്മൾ ആനക്കിടങ്ങുകൾ എടുക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ ബിബിജി റാംജി പദ്ധതിയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾ ഇപ്പോൾ അയച്ചിട്ടുണ്ട്. വിള, കന്നുകാലി, സ്വത്ത് നാശങ്ങൾക്ക് സർക്കാർ പദ്ധതികൾ നഷ്ടപരിഹാരം നൽകുന്നുണ്ടെങ്കിലും ദുരിതബാധിത കുടുംബങ്ങൾക്ക് അത് ലഭിക്കുന്നതിൽ കാലതാമസം വരുന്നതായി പരാതിയുണ്ട്. ലളിതമായ നടപടിക്രമങ്ങളിലൂടെ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ നഷ്ടപരിഹാര സംവിധാനം കൊണ്ടേ പൊതുജനവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും ദുർബല വിഭാഗങ്ങൾക്കിടയിലെ നീരസം കുറയ്ക്കാനും കഴിഞ്ഞേക്കൂ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴി അവർക്ക് ഫെൻസിംഗ് ചെയ്യുന്നതിന് ഉള്ള ആനുകൂല്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്തിരുന്നു. വിതുര കൃഷി ഓഫീസർ ദിവ്യ. അതുപോലെ തന്നെ ഈ വർഷം വിതുര ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ സോളാർ ഫെൻസിംഗ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ വന്യജീവി സംഘർഷമായി വിള നഷ്ടം വരുന്ന കർഷകർക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ എയിംസ് പോർട്ടൽ വഴി അവർക്ക് അതിന് നാശനഷ്ടത്തിന് വേണ്ടി അപേക്ഷിക്കാം. അതിനാദ്യം അവർ കൃഷിഭവനിൽ അറിയിക്കണം. അത് കഴിഞ്ഞ് ജനസേവന കേന്ദ്രം വഴി അവർക്ക് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് ഫീൽഡ് പരിശോധന നടത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ സ്വീകരിച്ച് നമ്മൾ അതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. കർഷകർക്ക് കിട്ടാനുള്ള കോമ്പൻസേഷൻ സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ലഭിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ RKVY പദ്ധതി മുഖാന്തരം നമുക്ക് 2.5 കോടി രൂപ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൺവെർട്ട് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. 2.5 കോടി രൂപ പെരിങ്ങമല പഞ്ചായത്തും വിതുര പഞ്ചായത്തും 2 പഞ്ചായത്തുകളിൽ ചെയ്യാനായിട്ടാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കും വന്യജീവികൾക്കും ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതല്ല, മറിച്ച് ഇരുവർക്കും അന്തസ്സോടെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് കേരളത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി. വനങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കാതെ വനങ്ങൾ സംരക്ഷിക്കുന്നത് പ്രായോഗികമോ നീതിയുക്തമോ ആവില്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതി, ഈ ഫെൻസിംഗ് നിർമ്മിച്ചാലും ആന അതിനെ മരം പിഴുത് ആ ഫെൻസിംഗിൽ അടിച്ച് തകർത്തതിന് ശേഷം ഇപ്പുറത്തോട്ട് ഇറങ്ങുന്ന സ്ഥിതിഗതികളുണ്ട്. അരുവിക്കര MLA ജി സ്റ്റീഫൻ. കുഴിക്കുന്ന ട്രെഞ്ച് കുറച്ചു കാലമാകുമ്പോഴേ ഈ മഴ കാലം വരുമ്പോൾ വനത്തിനകത്തുനിന്ന് വലിയ അളവിലുള്ള വെള്ളം വന്ന് ഇത് ഇടിഞ്ഞ് ട്രെഞ്ച് കുറെ നികരുന്ന ഘട്ടത്തിൽ ആന അവിടെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. കാട്ടുപോത്ത്, പുലി വനത്തിനകത്ത് നിന്ന് നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങുന്ന സംഭവങ്ങളുണ്ട്. കരടി നാട്ടിലേക്ക് ഇറങ്ങുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ കുരങ്ങിന്റെ ശല്യം. അപ്പൊ ഇതിനെ ഘട്ടം ഘട്ടമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പലപ്പോഴും ഫലപ്രദമായി നമുക്ക് കഴിയുന്നില്ല. അതിനു വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം ഞങ്ങൾ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിനാശം ഉണ്ടായാൽ അവർക്ക് കൊടുക്കുന്ന ഓരോ ഐറ്റം കൃഷിയുടെയും പണം അതിന്റെ അളവ് കുറവാണ്. 2, അലോട്ട്മെന്റ് സമയത്തിന് കിട്ടാത്തതിന്റെ ഭാഗമായി ഇവർക്കത് സമയത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനവും നിർബന്ധമായും ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകളിലും നിയമസഭയിൽ തന്നെയും ഇതിന്റെ അലോട്ട്മെന്റ് പൂർത്തിയാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ്, സോളാർ വേലി, ആന പ്രതിരോധ കിടങ്ങുകൾ, ക്യാമറ ട്രാപ്പുകൾ, പൊതു അവബോധ ക്യാമ്പയിനുകൾ തുടങ്ങിയ നടപടികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് പരുത്തിപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിപിൻ ചന്ദ്രൻ. ഇപ്പം സർക്കാർ ഒരു 100 ദിന കർമ്മ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അതില് മനുഷ്യ വന്യജീവി സംഘർഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രദേശത്ത് വിസ്ത ക്ലിയറൻസ് വഴിവക്കിലുള്ള അടിക്കാടുകൾ വെട്ടുന്ന ഒരു പരിപാടിയാണ്. അത് 11 സ്ഥലങ്ങളിലായിട്ട് ഏതാണ്ട് 25 കിലോമീറ്റർ ഈ പ്രദേശത്ത് നമ്മൾ വിസ്ത ക്ലിയറൻസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ 7 കിലോമീറ്റർ പ്രദേശത്ത് സോളാർ ഫെൻസ് അതിന്റെ മെയിന്റനൻസ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4.5 കിലോമീറ്റർ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ 8.6 കിലോമീറ്റർ ഫെൻസിംഗ് ഏതാണ്ട് 1 മാസത്തിനകം കൊണ്ടുവരുന്നുണ്ട്. 2 കിലോമീറ്റർ ട്രഞ്ച് ഉന്നതികൾക്ക് ചുറ്റും എടുത്തിട്ടുണ്ട്. AI ഡിവൈസ് ആയിട്ടുള്ള ഫാം ഗാർഡ് എന്ന് പറയുന്നത്, അതായത് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഇതിന്റെ 100 മീറ്റർ പരിധിയിൽ ആനയോ കാട്ടുപോത്തോ പോലുള്ള വന്യമൃഗങ്ങൾ വന്നാൽ അലാം പുറപ്പെടുവിക്കുകയും മൃഗങ്ങൾ ഇത് കേട്ട് ഓടിപ്പോവുകയും ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഫാം ഗാർഡ്. ഇത് നമ്മൾ മാങ്കാല എന്ന് പറയുന്ന സെറ്റിൽമെന്റിന് സമീപം സ്ഥാപിച്ചിട്ടുണ്ട്. 24/7 സമയം പ്രവർത്തിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം പരുത്തിപ്പള്ളി റേഞ്ചിനുണ്ട്. അവിടെയുള്ള ലോക്കലായിട്ടുള്ള
ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൈമറി റെസ്പോൺസ് ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ പ്രശ്നമുള്ള മേഖലകളിലെ സ്പെഷ്യൽ വാച്ചർമാരെ നമ്മൾ പോസ്റ്റ് ചെയ്തു. കൂടാതെ അക്കേഷ്യ, മാഞ്ചിയം പോലുള്ള കാടുകളൊക്കെ അത് ഫെല്ല് ചെയ്ത് അവിടെ 200 ഹെക്ടർ പ്രദേശത്ത് സ്വാഭാവിക വനവൽക്കരണം, എക്കോ റെസ്റ്റോറേഷൻ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് KFTCക്ക് ഏതാണ്ട് 415 ഹെക്ടർ തോട്ടം അവരുടെ കൈവശമാണ്. ഈ തോട്ടങ്ങൾ അതിന്റെ അടിക്കാടുകൾ വെട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ചില പ്രൈവറ്റ് റബ്ബർ തോട്ടങ്ങളുണ്ട്. ഇവിടെയൊക്കെ കാട് വളർന്നു കിടക്കുകയാണ്. ഈ പ്രദേശങ്ങളൊക്കെ കാട്ടുപോത്തിന്റെയും ആനയുടെയൊക്കെ വിഹാര കേന്ദ്രങ്ങളായി മാറുകയാണ്. അപ്പൊ പകൽ സമയത്ത് ഇവയൊക്കെ ഈ പ്രദേശത്ത് ഇരിക്കുകയും രാത്രിയാകുമ്പോഴത്തേക്കും മനുഷ്യവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്നു. അപ്പൊ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ CCF തലത്തിൽ പറഞ്ഞിട്ടുണ്ട്. പേപ്പാറയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശമാണ് ആവശ്യപ്പെടുന്നത്. തടയാവുന്ന ഓരോ മരണവും, നശിപ്പിക്കപ്പെടുന്ന ഓരോ വിളയും, ഉറക്കമില്ലാത്ത രാപകലുകളും വനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ബാധ്യത അവയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് മാത്രമല്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അവരും പൗരരാണല്ലോ. പ്രഭാതഭേരി